ഹലോ ഗൈസ്, വെൽക്കം ടു ഡഗൌട്ട് ഡയലോഗ്സ്. നമ്മൾ ഇന്നത്തെ മാച്ച് പഞ്ചാബ് കിങ്സ് വേഴ്സസ് LSG ആയിരുന്നു. ഇവിടെ നമ്മൾ പ്രഡിക്ട് ചെയ്തത് ഞാനും സഞ്ജയും പ്രഡിക്ട് ചെയ്തത് പഞ്ചാബ് വിജയിക്കുന്നതാണ്. ഷിഹാബ് LSG വിജയിക്കുന്നതാണ് പ്രഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പഞ്ചാബ് വളരെ ആധികാരികമായിട്ട് തന്നെ ഈ മാച്ച് വിജയിച്ചു. 8 വിക്കറ്റാണ് പഞ്ചാബ് വിജയിച്ചത്. അവരുടെ പ്രിയാൻഷ് ആര്യ എന്നുള്ള ഓപ്പണർ ഒഴികെ ബാക്കി ഇന്ന് ബാറ്റ് ചെയ്ത 3 ബാറ്റേഴ്സും നന്നായി സ്കോർ ചെയ്തു. യാതൊരു സ്ട്രഗിളും ഇല്ലാണ്ട് വളരെ ഈസി ആയിട്ട് 16 ഓവറിൽ 171 റൺസ് അവർ ചേസ് ചെയ്ത് അവർ വിൻ ചെയ്തിരിക്കുകയാണ്. ഷിഹാബ്, എന്ത് തോന്നുന്നു LSGയുടെ പെർഫോമൻസിനെ കുറിച്ച്? LSG ഇത്രയും ട്രസ്റ്റ് ചെയ്തതും പഞ്ചാബിനെ പോലെ ഒരു സ്ട്രോങ് ടീമിനെതിരെ ഇത്രയും ട്രസ്റ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണ്? സഞ്ജീവ് ഗോയങ്ക എന്നുള്ള ഓണറിനോടുള്ള ഒരു ആരാധനയാണോ, അതോ ഋഷഭ് പന്ത് എന്ന അധികായനോടുള്ള ഒരു വിശ്വാസമാണോ, എന്താണ്? അങ്ങനെ ഋഷഭ് പന്തിനോടുള്ള താല്പര്യമൊന്നുമില്ല. നിക്കോളാസ് പുരാന്റെ ബാറ്റിംഗിലുള്ള ഒരു വിശ്വാസം മാത്രമായിരുന്നു. അതിനപ്പുറത്തേക്ക് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു ഇതുണ്ടായിട്ടില്ല. കാരണം അവർക്ക് ഓൾറെഡി ടോപ്പ് ഫോർ എന്ന് പറയാൻ പറ്റില്ല, ഇൻകൺസിസ്റ്റന്റ് ആണ് പന്ത്. സ്റ്റിൽ അവർക്ക് ആ ഒരു നല്ല ക്വാളിറ്റി ബാറ്റേഴ്സ് ഉണ്ടല്ലോ. ഓപ്പണിംഗിൽ രണ്ടുപേര്, അതിൽ മിച്ചൽ മാർഷ് അടിക്കാൻ കൽപ്പുള്ളവനാണ്. പിന്നെ പഞ്ചാബിന്റെ ബോളിംഗ് അത്ര ഒരു സൂപ്പർ ലൈനപ്പ് എന്ന് പറയാൻ പറ്റിയ ബോളിംഗ് ലൈനപ്പ് ഒന്നുമില്ല. സോ LSGയിലുള്ള പ്രതീക്ഷ ചേസ് ചെയ്യുകയായിരുന്നെങ്കിൽ LSG വിൻ ചെയ്തേ എന്നുള്ള എക്സ്പെക്ടേഷൻ മാത്രം. സ്റ്റിൽ ഇന്നത്തെ മത്സരം കണ്ട് അതും പോസിബിൾ ആയിരിക്കണം എന്നില്ല. അങ്ങനെ ഒരു ഇതില് പറഞ്ഞു പോയതാണ്. പഞ്ചാബ് തന്നെ നല്ല ടീം. LSG ഫെയിൽ ആയത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് വീക്കാണ്, അതൊന്ന് എക്സ്പോസ് ആയി. പിന്നെ അവരുടെ 4 ബാറ്റേഴ്സിനപ്പുറം ആര് എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതും ഇന്ന് എക്സ്പോസ് ആയി. കാരണം 4 ബാറ്റേഴ്സിൽ ഒരാൾ മാത്രമാണ് ഇന്ന് ഫോം ആയത്. ബദോനിക്കാണെങ്കിൽ T20 മോഡിലോട്ട് ബാറ്റ് ചെയ്യാനും പറ്റില്ല. ലാസ്റ്റ് സമത് വളരെ വന്ന സ്ലോ ആയി. ഒരു ഓവറിൽ അർഷദീപിനെ അടിച്ചുകൊണ്ട് മാത്രമാണ് അവർ 171 എത്തിയത്. അതാണ് എനിക്ക് LSGയെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ എന്തൊക്കെ എന്തായിരുന്നു അവരുടെ വീക്കായിട്ട് പറഞ്ഞത്, അത് കറക്റ്റ്. ആ ഒരു നെഗറ്റീവ്സ് കറക്റ്റ് ഇന്ന് ആ മത്സരത്തിൽ വ്യക്തമായി. എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞു അതൊക്കെ ഇന്ന് വ്യക്തമായിട്ട് വന്ന് കറക്റ്റ് ആയിട്ട് നമ്മളെ പോയിന്റ്സ് ഇന്ന് ഈ മത്സരത്തിലൂടെ വെളിവായി. അതാണ് കാരണം LSGയെ നമ്മള് കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതെ, നമ്മൾ പ്രിവ്യൂല് സംസാരിച്ചത് സഞ്ജയ് അവരുടെ ഓപ്പണേഴ്സിനെ കുറിച്ചാണ്. മാർക്രമും അതേപോലെ മിച്ചൽ മാർഷും ആയിരുന്നു അവരുടെ ഓപ്പണേഴ്സ്. മിച്ചൽ മാർഷ് കഴിഞ്ഞ ഒരു മത്സരത്തിൽ നന്നായിട്ട് സ്കോർ ചെയ്തു. പക്ഷെ മാർക്രം ഇന്ന് നോക്കുകയാണെങ്കിൽ, സ്കോർ കാർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പുള്ളി നന്നായിട്ട് സ്കോർ ചെയ്ത പോലെ തോന്നുമെങ്കിലും വളരെ സ്ലോ ആയിട്ടാണ് മാർക്രം സ്റ്റാർട്ട് ചെയ്തത്. പുള്ളി ഹിറ്റ് ചെയ്യുന്ന പോലും, ബൗണ്ടറീസ് എടുത്താൽ പോലും റണ്ണേ ബോളിലേക്ക് മാത്രമേ വരുന്നുള്ളൂ. ഒരു സിക്സ് അടിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഫോർ അടിച്ചതിന് ശേഷം നോക്കുമ്പോൾ എത്ര ബോൾ പുള്ളി ഫേസ് ചെയ്തു അത്ര റൺസ് മാത്രമേ വരുന്നുള്ളൂ. പുള്ളി ഔട്ട് ആവുന്നതിന് കുറച്ച് മുമ്പാണ് അതൊന്ന് കയറി വന്നത്. നല്ലൊരു ഷോട്ട് കളിച്ച്. മാർക്രം എന്നുള്ള ഒരു പ്ലെയറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതുപോലെ മാർക്രം എന്നുള്ള ഓപ്പണറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? മാർക്കോ എന്ന പ്ലെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ഒരു സ്ലോ സ്റ്റാർട്ടർ ആണ്. പുള്ളിക്ക് ആദ്യമേ കയറി ഹിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ IPL അല്ലെങ്കിൽ T20യുടെ ഒരു മോഡ് ഓഫ് സ്റ്റൈൽ വെച്ചിട്ട് പുള്ളി ഒരു ഓപ്പണർ രീതിക്ക് വരുന്നതുകൊണ്ട് എനിക്ക് പൊതുവെ താല്പര്യമില്ല. പുള്ളി പുള്ളിയുടെ നമ്പർ 4 ഐഡിയിൽ നമ്പർ 4 തന്നെ കളിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോ ഓപ്പണിംഗിൽ പുള്ളിക്ക് എന്തും ഒന്നും പറയാൻ പറ്റില്ല. ഇന്ന് തന്നെ ഒരു 12 കണ്ട് നിന്നതിന് ശേഷമാണ് പുള്ളി സ്കോർ ചെയ്യാൻ തുടങ്ങിയത്. കാരണം ബോളൊക്കെ അതിനുശേഷമാണ് കുറച്ചുകൂടെ ഹിറ്റ് ചെയ്ത് വന്നത്. ഹിറ്റ് ചെയ്ത് വന്നപ്പോൾ തന്നെ ഔട്ടുമായി. വേറെ ഒന്നുമില്ല, കൂടുതലായിട്ട് പറയാനായിട്ടൊന്നുമില്ല. പുള്ളി ഒരു ഓപ്പണർ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല ഈ ഒരു രീതിക്ക് പോവുകയാണെങ്കിൽ. ശിഹാബ്, ഓപ്ഷൻ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ആൾക്കാർ പറഞ്ഞൊരു കാര്യം, 26.5 കോടിക്കൊക്കെ ശ്രേയസ് അയ്യർ ഉണ്ടോ എന്നാണ്. 27 കോടി കൊടുത്ത് പന്തിനെ വാങ്ങിയപ്പോൾ അത് പലർക്കും സർപ്രൈസ് ആയിരുന്നില്ല. കാരണം പന്ത് അത്രയും പ്രൈസിന് പോകുന്നുള്ളത് പ്രതീക്ഷിച്ചതാണ്. 27 കോടി രൂപ, 14 മാച്ചസ്. ഇപ്പൊ LSG എനിക്ക് തോന്നുന്നില്ല പ്ലേ ഓഫ് കളിക്കുന്നത്, എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. 14 മാച്ചസ് എന്തായാലും കളിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു മാച്ചിന് ഋഷഭ് പന്തിന് കിട്ടാൻ പോകുന്നത് 1,92,00,000 രൂപയാണ്. 3 മാച്ചസിൽ പുള്ളി സ്കോർ ചെയ്തിരിക്കുന്ന റൺസ് എന്ന് പറയുന്നത് 17 റൺസ് ആണ്. അതായത് ഒരു റണ്ണിന് 34,33,000 രൂപ. എന്ത് തോന്നുന്നു ഋഷഭ് പന്തിനെ കുറിച്ച്? ദേവ് പറഞ്ഞു ഋഷഭ് പന്തിന്റെ റേറ്റ് പോവുമായിരുന്നു എന്ന് കരുതിയിരുന്നു. ആളുകൾക്ക് അങ്ങനെ കരുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു PR വർക്ക് ഋഷഭ് പന്ത് നല്ല രീതിയിലുണ്ട്. അയാൾ ടെസ്റ്റിൽ പെർഫോം ചെയ്യുന്നുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് കരുതിയിട്ട് അത് T20 അല്ലെങ്കിൽ IPL T20 അയാൾക്ക് അനർഹമായിട്ടുള്ള രീതിയിലാണ് ചാൻസ് കിട്ടിയിട്ടുള്ളത്. 66 മത്സരങ്ങളൊക്കെ അയാൾ കളിച്ചു എന്ന് പറയുമ്പോൾ അൺബിലീവബിൾ ആണ്. സോ അയാൾക്ക് എന്തുകൊണ്ട് പോകുന്നു ഇത്ര പൈസ ഒക്കെ പോകുന്നു? അതെന്തുകൊണ്ട് ശ്രേയസിനെ നമുക്ക് കരുതിക്കൂടാ? ശ്രേയസ് എന്താ അത്ര മോശം പ്ലെയർ ആണോ? IPL വിന്നിംഗ് കറന്റ് ക്യാപ്റ്റനാണ്. ഡൽഹി ആ പോലൊരു ടീമിനെ IPL ഫൈനലിലേക്ക് എടുത്ത ആളാണ്. 3 വട്ടം ക്യാപ്റ്റനായി, 2 വട്ടം ഫൈനൽ എത്തിക്കുന്നു. മറ്റേ വട്ടം പ്ലേ ഓഫ് കൊണ്ടുവരുന്നു. ഡൽഹി എന്നുള്ള ടീമിനെ ഫൈനൽ എത്തിച്ചാൽ ഡൽഹി ടീം ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ചെന്നൈ അല്ലെങ്കിൽ അവരെ പോലുള്ള വലിയ പേരുകളൊന്നല്ല കൂടെ ഉള്ളത്. അപ്പോ ഇങ്ങനെ ക്യാപ്റ്റനായ ഒരു അത് ആള് മാത്രമല്ല, ക്യാപ്റ്റൻസി ഡൊമസ്റ്റിക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ടൂർണമെന്റ്സ് എല്ലാം മുംബൈക്ക് വേണ്ടി എല്ലാ അത് എല്ലാ ഈ എല്ലാ ടൂർണമെന്റും വിൻ ചെയ്തിട്ടുള്ള ക്യാപ്റ്റനാണ്. ആ ക്യാപ്റ്റൻസി മറ്റേ ആണ്. BCCI കോൺട്രാക്ട് നിന്ന് വിട്ടില്ലേ, ആ, അതിനുശേഷം അയാൾ തിരിച്ചുവരവുകൾ കാണുന്നുണ്ടോ? മുംബൈക്ക് വേണ്ടി കപ്പുകൾ അതെ, എടുത്തിട്ടുള്ള ടൂർണമെന്റുകളൊക്കെ കപ്പടിച്ചു വരും. അപ്പൊ തൊട്ടതല്ലേ പൊന്നു. ക്യാപ്റ്റനായിട്ട് ആസ് എ ക്യാപ്റ്റൻ രോഹിത്തിന് ശേഷം ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ക്യാപ്റ്റൻ. അപ്പൊ അങ്ങനെ ഒരു ക്യാപ്റ്റൻ പ്ലസ് വിശ്വസിക്കാൻ 100% വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ബാറ്റർ, ഇങ്ങനെ ഒരാൾക്ക് എന്തുകൊണ്ട് പന്തിന് മുകളിൽ നമുക്ക്
എമൗണ്ട് പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ പന്തിന് മുകളിൽ സ്ഥാനം ഉണ്ടെന്ന് നമുക്ക് കരുതിക്കൂടാ. അത് കരുതുന്നില്ല ആൾക്കാർ. റീസൺ പി ആർ ഇല്ല അയാൾക്ക്. പി ആർ വർക്ക് ഒന്നാമത് ഒരു വലിയ ഫാക്ടറാണ്. അതെ, ആ ഒന്നാമത് LSG എന്നുള്ള ടീമിന് വിക്കറ്റ് കീപ്പർ ബാറ്റർ ആയിട്ടുള്ള KL രാഹുലിനെ അവർ പുറത്താക്കുന്നുള്ളതോ എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെ KL രാഹുലിന് പകരം ഇവർക്ക് പന്തിനെ എടുത്തേ പറ്റുള്ളൂ. കാരണം ക്യാപ്റ്റനായിട്ട് ഒരാൾ വേണം, ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ആയിട്ടും ഒരാൾ വേണം, അതേപോലെ KL രാഹുലിനെ പോലെ തന്നെ ഹിറ്റിംഗ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയറും. പക്ഷേ പന്തിന്റെ എബിലിറ്റി IPL എനിക്ക് ഓർമ്മയില്ല എന്നാണ് പന്ത് നല്ലൊരു ഇന്നിങ്സ് കളിച്ചത് എന്നുള്ളത്. ആ എനിക്ക് ഇത് കളിച്ചിട്ടുണ്ട്. ഒരു നല്ല സീസൺ ഉണ്ട് മറ്റേ ഡൽഹിയിലെ ശ്രേയസിന്റെ അണ്ടറിൽ ഡൽഹിയിലുണ്ട്. ഉള്ള സമയത്ത്. ആ അതെ, ഒരു 600 ഒന്ന് ഗുജറാത്ത് ലയൺസിനോട്, ആ റെയ്നയുടെ അല്ല ഗുജറാത്ത് ഒരു ലയൺസിനോട് റൺസ്. ഒരു സീസൺ 119 തന്നെ ഉണ്ട്. നല്ല സീസൺ തന്നെ ഉണ്ട് അയാൾക്ക്. അയാളുടെ വരവറിയിച്ച സീസൺ ആയിരുന്നു അത്. 128 പക്ഷേ നോട്ട് ഔട്ട്. അതെ അതെ, ആ ഒരു സീസൺ മാത്രമേ ഉള്ളൂ പറയാന്. അപ്പൊ KL രാഹുലിനും ഉണ്ട് അതേപോലെ ഒരു സീസൺ. പക്ഷേ ഇയാൾക്ക് ക്യാപ്റ്റനായിട്ട് എന്താ ഇപ്പൊ അയാൾക്ക് റെക്കോർഡിൽ ഒന്നുമില്ലല്ലോ. ഇപ്പൊ ക്ലൂലെസ് ആണ്. ശ്രേയസ് ഫാർ ഫാർ ബെറ്റർ ആണ്. പിന്നെ അയാള് ഈ സീസൺ മൊത്തത്തില് പന്ത് ക്ലൂലെസ് അല്ല, ബാറ്റിംഗ് നല്ലോണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ കണ്ടു കഴിഞ്ഞാൽ ബാക്കിലോട്ടും എങ്ങോട്ടൊക്കെ അടിച്ച് എങ്ങനെയെങ്കിലും റൺസ് കണ്ടെത്തുക എന്നുള്ള ഒരു ഇതാണ്. ഫസ്റ്റ് മത്സരത്തിൽ 6 പന്തില് 0 അല്ല, ഇത് 6ാമത്തെ ബോൾ 6 അടിച്ചിട്ട് ആ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി 6 അടിക്കാൻ ശ്രമിച്ചിട്ടാണ് പുറത്താവുന്നത്. പിന്നെ പന്ത് ആസ് എ ക്യാപ്റ്റൻ ഫെയിലർ ആണ്. എനിക്ക് തോന്നുന്നു നിക്കോളാസ് പൂറാൻ അത്യാവശ്യം ബാക്കി ഒരു ടീമിൽ എങ്ങാനോ ക്യാപ്റ്റനായിട്ട് നയിച്ചിട്ടുണ്ട്, മുംബൈയുടെ ഏതോ ഒരു ടീമിന്. സോ അയാളെ ക്യാപ്റ്റനാക്കിയിട്ട് വേറെ നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നെങ്കിൽ, 28 കോടിക്ക് നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഉപകാരപ്പെട്ടനെ. പന്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, പഞ്ചാബ് എടുക്കുമായിരുന്നു എന്റെ പേടിയുള്ളത്. പഞ്ചാബ് എടുക്കാത്ത നന്നായി, കാരണം അവർക്ക് അതിന് നല്ലൊരു മുതലിനെ കിട്ടി. എനിക്ക് പറയാനുള്ളത് പഞ്ചാബ് എന്നുള്ള ആ ടീമിലെ കുറച്ച് പ്ലേയേഴ്സിനെ കുറിച്ചിട്ടാണ്. അവർക്ക് ഇന്ന് 4 ഫോറിൻ പ്ലേയേഴ്സ് ആയിട്ട് 4 ഫോറിൻ പ്ലേയേഴ്സ് അവർക്ക് ബോൾ ചെയ്ത്, അത് വലിയൊരു അനുഗ്രഹമാണ് ഒരു ടീമിനെ സംബന്ധിച്ചിട്ട്. 4 ഫോറിൻ പ്ലേയേഴ്സ് ഒക്കെ പന്തെറിയാണ്ടാവുക എന്നുള്ളത്. കാരണം ആകെ 4 പ്ലേയേഴ്സിൽ ഉണ്ടാവുക, 4 ഫോറിൻ പ്ലേയേഴ്സും പന്തെറിയാൻ ഒരു ടീമിന്റെ ഭാഗത്ത് ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പല ടീമുകൾക്കും അത് കിട്ടില്ല. അതൊന്നുണ്ടായി. പ്ലസ് അവരുടെ ബാറ്റിംഗ് കണ്ട് നിങ്ങൾ, ഒരു വിക്കറ്റ് സ്റ്റാർട്ടിങ്ങിലേ പോകുന്നുണ്ട് തോന്നുന്നു. പ്രിയാൻഷാരി സ്റ്റാർട്ടിങ്ങിൽ പോകുന്നില്ല, റൺസ് എടുത്തില്ലല്ലോ അതെ അന്ന്. അതെ. ആ ഹെഡിങ് അവര് പോയിട്ടും അത് ആ കണ്ടായിരുന്നു അവര് സെലിബ്രേഷൻ. ദിഗ്വേശ്വരതി. പക്ഷെ അയാൾ നല്ല ബോളാണ് കേട്ടോ. അയാൾ മാത്രമേ 12 ഉള്ളൂ LST ബോളിംഗിന്. അവിടുന്ന് അങ്ങോട്ട് ഒരു വിക്കറ്റ് പോയിട്ടും കണ്ടിന്യൂസ് ആയി മറ്റേ ഇന്നിങ്സ് ഫിനിഷ് ചെയ്യുന്നവരെ, ശ്രേയസ് ഫിനിഷ് ചെയ്യുന്നവരുടെ ഇടവേളയിൽ അവർ ആ കറന്റ് റൺ റേറ്റ് അത് 10 അല്ലെങ്കിൽ 10 മുകളിലായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് 2-3 വട്ടം 10 താഴെ പോകുന്നുണ്ടെങ്കിൽ അടുത്ത ഓവറിൽ അടിച്ചെടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവർക്ക് കളിയെ കുറിച്ച് നല്ലൊരു ബോധ്യമുണ്ട്. ലാസ്റ്റ് ഓവറിലേക്ക് കളി കൊണ്ടുപോയി എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ശൈലിയൊന്നും അവർക്ക് ആവശ്യമില്ല. അവര് വൃത്തിക്ക് കളി ചെയ്യിപ്പിച്ചു, അതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഒരിക്കൽ പോലും അവർ സ്ലോ ആക്കുന്നില്ല കളി. ആകെ ഒരു വട്ടം എങ്ങനെയാണ് ഓവറിൽ 6 താഴെ റൺസ് പോയിട്ടുള്ളത്, അതായത് എതിരെ ഓവറിൽ, അതുകൊണ്ട് ദിഗ്വശിന്റെ ഓവറിൽ. പിന്നെ ഇന്ന് ഇവനൊക്കെ നല്ല രീതിയിൽ ആക്രമിച്ചു വിട്ട്. ബിഷ്ണോയ് അവിടെ ഏറ്റവും മികച്ച സ്പിന്നർ എന്നുള്ള തുടക്കത്തിൽ പ്രാവ്സിമറൻ അടിച്ചു വിട്ട്, ലാസ്റ്റ് നിഹാൽ വധേര വന്ന് തൂക്കി, നല്ല വൃത്തിക്ക് തൂക്കി പാവത്തിന്. പിന്നെ അയ്യർ, ഇന്ന് ബിഷ്ണോയെ മാത്രം അയ്യറിന് കിട്ടാത്തേ ഉള്ളൂ. ബാക്കി 5 ബോളേഴ്സിനും കിട്ടി. 5 ആൾക്കാരും ഒരു 4 ഒരു 6 കുറഞ്ഞത് അടിച്ചിട്ടുണ്ട് എല്ലാരും. ആർക്കും കൊടുത്ത് അങ്ങനെ ഇന്ന ബോളർന്നൊന്നുമില്ല, ആര് വരുന്നോ ഞാൻ അടിക്കും മൈൻഡ് ആയിരുന്നു. അയാൾ നല്ല ഓവറിൽ ആ രീതിയിൽ ബാറ്റ് സിക്സ് ഒക്കെ ചെയ്തിട്ട്. അടിപൊളിയായിരുന്നു. ഒരു ആ അതെ സൂര്യകുമാർ അതെ, യാദവ് ഷോട്ട് ആയിരുന്നു അത്. കിടിലൻ ചങ്ങായിട്ടോ. ഇപ്പൊ നല്ല ബാറ്റിംഗ് എത്ര കാലം ഉണ്ടാവും അറിയില്ല. പിന്നെ പ്രാപ്സിമരൻ നല്ലൊരു ടാലന്റ് പ്ലെയർ ആണ്. ഓൾറെഡി പ്രൂവൻ ആണ്. ലാസ്റ്റ് 2 സീസണിൽ 300+ റൺസ് ഉണ്ട്. ഇത്തവണ എനിക്ക് തോന്നുന്നു അയാളുടെ കയ്യിൽ നിന്ന് ഒരു 400+ സ്കോർ, ഇതുവരെ 400+ വന്നിട്ടില്ല അയാളുടെ കയ്യിൽ നിന്ന്. ഒരു 400+ സീസൺ എന്തായാലും ഉണ്ടാവും. കാരണം 14 മാച്ചിൽ അയാൾ ഓപ്പണർ ആയിരിക്കും, ഫിക്സർ ഓപ്പണർ ആയിരിക്കും. അപ്പുറത്തുള്ള ബാറ്റർ മാത്രം മാറുള്ളൂ. പ്രിയൻ ഷാരിക്ക് പകരം ചിലപ്പം ജോഷ് ഇംഗ്ലീഷിനെ അവര് എക്സ്പെരിമെന്റ് ചെയ്തേക്കും, മേ ബി. അവരിപ്പോ രണ്ടാമത് എത്തിയിട്ടുണ്ട് പോയിന്റ്സ് ടേബിളില്. സഞ്ജയ്, ആദ്യമായിട്ട് പഞ്ചാബ് ആദ്യത്തെ 2 മത്സരങ്ങൾ ഒരു സീസണിൽ വിജയിക്കുന്നത് 2014-ലാണ്. അവര് ആദ്യമായിട്ടും അവസാനമായിട്ടും ഫൈനലിൽ എത്തിയ സീസൺ ആയിരുന്നു അത്. അതിനുശേഷം 2017-ലും 2023-ലുമാണ് ആദ്യത്തെ 2 മാച്ചസ് പഞ്ചാബ് കിങ്സ്, മുമ്പ് കിങ്സ് 11 പഞ്ചാബ് ആയിരുന്നു, ഇവര് വിജയിക്കുന്നത്. പിന്നെ ഈ സീസണിൽ ആദ്യത്തെ 2 മാച്ചും വിജയിച്ചു. പഞ്ചാബിനുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം, ഒരു തലവേദന എന്ന് പറയുന്നത് ഒരു ക്യാപ്റ്റന്മാർ നിലകൊള്ളാത്ത, ഒരേ സീസണിൽ തന്നെ ചിലപ്പോൾ 2-3 ക്യാപ്റ്റൻസ് വരും, തൊട്ടടുത്ത സീസണിൽ വീണ്ടും ക്യാപ്റ്റൻ മാറും. എനിക്കൊന്ന് KL രാഹുലും അർജുനും ഒക്കെയാണ് പഞ്ചാബിനെ കണ്ടിന്യൂസ് ആയിട്ട് 2 വർഷമൊക്കെ കൊണ്ടുപോയത്. വേറെ ആരും കൊണ്ടുപോയിട്ടില്ല. 18 ക്യാപ്റ്റന്മാര് ശ്രേയസ് ശ്രേയസ് ഇത് അടക്കം. 18ാമത്തെ സീസണാണ് പഞ്ചാബ് ഫ്രാഞ്ചൈസി IPL കളിക്കുന്നത്. അതിൽ 16ാമത്തെ ക്യാപ്റ്റനാണ് ശ്രേയസ് അയ്യർ. ഇനി നിലയുറപ്പിക്കും എന്ന് തോന്നുന്നു. തുടരെയാണെങ്കിൽ ഇല്ല ഇല്ല ഇല്ല, അത് അവർക്ക് പ്രശ്നമാണ്. അടുത്ത് നല്ല രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ അത് പഞ്ചാബിന് പ്രശ്നമാണ്. പഞ്ചാബിന് ഒരു ഇൻസെക്യൂരിറ്റി തോന്നും ചിലപ്പം, അവർ പുറത്താക്കും. പഞ്ചാബ് അങ്ങനെ ടീമാണ്. ഇനി അങ്ങനെ പഞ്ചാബിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമുക്ക് പറയാനായിട്ട് ഒരു ലെഗസി ഇല്ലാത്തൊരു ടീമാണ് പഞ്ചാബ്. ആ ഷുവറായിട്ടും അതെ അതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അവർക്ക് ഇങ്ങനെ പൈസ ഒരുപാട് വേണം. അവർക്ക് അതെ, ഓപ്ഷന് ഓപ്ഷനില് പോകുമ്പോൾ ഒരുപാട് പൈസ വേണം. പൈസ അങ്ങനെ വേണം, അങ്ങനെ വിളിച്ചെടുക്കണം, എല്ലാവർക്കും പിന്നാലും പോകാൻ തോന്നണം. ആ ഒരു മൈൻഡാണ്. സ്റ്റേഷൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 26 കോടി അവരുടെ കയ്യിലിരിക്കല്ലേ. അപ്പൊ അതല്ലേ അവർ നോക്കുള്ളൂ. അവർ അത്രയും കോടിക്ക് അടുത്ത് വീണ്ടും വേറൊരാളെ വിളിക്കാമല്ലോ.
ശ്രേയസ് ഇപ്പൊ 700 റൺസ് അടിച്ചാലുണ്ട്, ക്യാപ്റ്റനായി ഫൈനലിലോ കപ്പെടുത്താലുണ്ട്. ശ്രേയസിന് പകരം നമുക്ക് 26 കോടി കിട്ടും, അതാണ് അവർക്ക് വലുത്. അങ്ങനെ ഓപ്ഷൻ ടേബിൾ ഇങ്ങനെ ഇങ്ങനെ എല്ലാവർക്കും പിന്നാലും പോകണം, അതിലൊരു എന്തോ ഒരു കിക്ക് ഉണ്ടോന്ന് അവർക്ക്. ഇപ്പം കീപ്പണ്ടി വന്നതിന് ശേഷം ഒരു ഓസ്ട്രേലിയൻ ടീമിനെ തന്നെ അവർ സെറ്റ് ചെയ്തെടുക്കുന്നു. ജോഷ് ഇംഗ്ലീഷിനെ എടുക്കുന്നു, മാക്സ്വെലിനെ എടുക്കുന്നു, സ്റ്റോയിനിസിനെ എടുക്കുന്നു. പക്ഷെ അവരാരും ഒന്ന് ബാറ്റ് ചെയ്യേണ്ടി വന്നില്ല, അല്ലാണ്ട് തന്നെ പിള്ളേരെ തൂക്കി. പഞ്ചാബിന് മാത്രമാണ് ഈ സീസണിൽ 2 ഓപ്പണേഴ്സും ഇന്ത്യൻസ് ആയിട്ടുള്ളത്, വേറെ ഒരു ടീമിനും ഇല്ല. ആ പഞ്ചാബിന് മിഡിൽ ഓർഡറിലുള്ളത് 2 ഇന്ത്യൻ അൺകാപ്ഡ് ബാറ്റേഴ്സ് ആണ്. ഐ മീൻ എന്തായാലും അവർ കളിക്കുന്ന കാര്യം ഉറപ്പ്. ഏതായാലും 2 പ്ലേയേഴ്സ് 3 പ്ലേയേഴ്സ് ഉണ്ട്. നിഹാൽ വധേരിയും ശശാങ്ക് സിംഗും. അതില് ഷഡ്ജെ ഇന്ന് പുറത്തിരുന്നു. മിക്കവാറും ഷഡ്ജെ ഇനി കളിക്കാൻ ചാൻസ് ഇല്ല, കളിക്കുന്നുണ്ടെങ്കിൽ ഓപ്പണർ ആയിട്ട് വരേണ്ടി വരും പ്രിയാൻഷിന് പകരം. സ്റ്റോയിനിസ് മാക്സ്വെൽ ഇവരെക്കാളും ബെറ്റർ ഈ ചെങ്ങായിമാരെ ഫോം ആയി എടുക്കുന്ന തന്നെ ആയിരിക്കും. ആ അശ്ദീപ് പറഞ്ഞോ. നന്നായിട്ട് ബോൾ ചെയ്തു, 3 വിക്കറ്റാണ് എടുത്തത്. അതും എൻഡ് ഓവറിലേക്ക് നോക്കുകയാണെങ്കിൽ 2 വൈഡ് കൊടുത്തത് ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഓവർ നല്ല ഓവറായിരുന്നു. 2 വിക്കറ്റും ആ ഓവറിൽ എടുത്തു. ഒരു ഓവർ അതിന് മുന്നത്തെ ഓവറിൽ മാത്രമാണ് സ്കോർ പോയത്. സമത് അടിക്കുന്ന അത് സമത് over. തൂക്കി, സമത് നല്ല രീതിയിൽ തൂക്കി. പക്ഷെ അത് തിരിച്ചു വന്നിട്ടോ, അയാൾ ആ പ്രഷർ ഒന്നും കാണിച്ചില്ല. കാരണം അടുത്ത ഓവർ തന്നെ 2 വിക്കറ്റ് എടുത്തു തോന്നുന്നു. പഴയ ഒരു ഹർഷദീപിനെ ഇപ്പൊ തോന്നുന്നില്ല. പഴയ കഴിഞ്ഞ് ഒന്ന് ആ അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പുള്ളി അതെ. പുറകിലോട്ട് പോകും. ഇതപ്പൊ അങ്ങനെ തോന്നുന്നില്ല. ഇപ്പൊ നല്ല അയാള് കോൺഫിഡന്റ് ആണ് പുള്ളി. ഇത് മാത്രമല്ല, അയാളെ ഫസ്റ്റ് വിക്കറ്റ് എടുത്തുന്നത് വലിയ ഉപകാരം. കാരണം വേറെ ആർക്കും ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. മിച്ചൽ മാർച്ചിന്റെ പവർ പ്ലേ മിച്ചൽ മാർച്ച് ഫുള്ള് നിന്ന് കഴിഞ്ഞാൽ അത് ആ ടീമിന് അപകടമായിട്ട് മാറും. കാരണം അത് ഇന്ന് പുള്ളിയുടെ ടിപ്പിക്കലാണ്. ഇപ്പൊ ഇന്ന് ഇപ്പൊ അത് ഇന്ന് സ്ഥിരമായി. ശ്രേയസ് മാക്സ്വെലിനെ ഉപയോഗിച്ചതുണ്ടാ. നിക്കോളാസിന് മുന്നിൽ നിക്കോളാസ് വിക്കറ്റ് പോയ ഉറപ്പായിട്ട് ടീം പ്രഷർ ആവും എന്നുള്ളത് മുൻകൂട്ടി കണ്ടിട്ട് മാക്സ്വെലിനെ കറക്റ്റ് ഉപയോഗിച്ച്. അല്ലെങ്കിൽ ഏതെങ്കിലും നിക്കോളാസ് ഫോമിൽ നിൽക്കുന്ന സമയത്ത് സ്പിന്നേഴ്സിനെ കൊണ്ടുവരുന്ന പോലെയല്ല, ആ പ്രഷർ സിറ്റുവേഷൻ കറക്റ്റ് ഇയാളത് ഉപയോഗിച്ചു ശ്രേയസ്. ആസ് എ ക്യാപ്റ്റൻ പന്തിന്റെ അയാളുടെ വിക്കറ്റും കിട്ടി. വിക്കറ്റും കിട്ടി. പന്തിന്റെ വിക്കറ്റ് വലിയ അതിപ്പോ ആർക്കും കിട്ടും. പിന്നെ അപ്പോ നിക്കോളാസ് നല്ല ഇഷ്ടമായി. നിക്കോളാസ് ഇന്ന് 12-15 പന്ത് എങ്ങനെ ഡോട്ട്സ് കളിക്കുന്നുണ്ട്. സഞ്ജയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഷാർദുൽ താക്കൂർ. ഷാർദുൽ താക്കൂർ നമുക്കറിയാം വൈഡ് സ്പെഷ്യലിസ്റ്റ് ആണ്, എസ്പെഷ്യലി ഡെത്ത് ഓവേഴ്സിൽ. എനിക്ക് ഓർമ്മ വരുന്നത് CSK വേഴ്സസ് മുംബൈ ഒരു മാച്ച് ഉണ്ട്. 217 എങ്ങാനും ചേസ് ചെയ്തിട്ട് പൊള്ളാട് അവസാനത്തെ 2 ഓവറിൽ എങ്ങാനും നല്ല റൺസ് സ്കോർ ചെയ്തിട്ട് വിജയിക്കുന്ന ഒരു മാച്ച്. എന്തൊക്കെയാണ് സഞ്ജയ് ഇന്നത്തെ മാച്ച് കണ്ടപ്പോ ഒരു ഫാൻ ബോയ് മൊമെന്റ്സ് ആയിരുന്നു ഇന്നത്തെ മാച്ച്? പിന്നെ എന്റർടൈൻമെന്റ് ആണ്, എന്റർടൈൻമെന്റ്. പ്യൂർ എന്റർടൈൻമെന്റ് അല്ലേ ഇതുപോലത്തെ ശബ്ദങ്ങളുടെ ഓർമ്മ. ഞാനോ ഇനി ഉണ്ടാവുമെന്ന് പോലും പ്രതീക്ഷയില്ല. പക്ഷെ അത് കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ഫാൻ ബോയ് എന്ന നിലയ്ക്ക് അത് തിരിച്ചറിവ് കണ്ടപ്പോഴത്തേക്ക് വല്ലാത്തൊരു സന്തോഷമായി. എല്ലാവരും ഭയങ്കരമായിട്ട് പൊക്കി അടിക്കുന്നു. അയ്യോ, ഒരു കഥകളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. കഥകളൊക്കെ ഒരു പ്ലെയറിന് നല്ല ഫോം ചെയ്യുമ്പോഴത്തേക്ക് പഴയ കഥകളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റുകൾ വരാറുണ്ടല്ലോ. അങ്ങനെ കുറെ പോസ്റ്റാണ്. അൺസോൾഡ് ആയി, ആർക്കും വേണ്ടാതിരിക്കുന്നു, തിരിച്ചു വരുന്നു, തിരിച്ചു വരുന്നു പർപ്പിൾ പടക്കുതിര. ക്യാപ്പ് എടുക്കുന്നു. പടക്കുതിരയെല്ലാം ഇന്ന് എയറിലായിരുന്നു, എയറിൽ. ഇപ്പോഴാണ് ആക്ച്വലി തിരിച്ചു വന്നത് പുള്ളി. ഇപ്പോഴാണ് അതെ. കാസർഗോഡ് അതെ. തിരിച്ചു വന്നത്. പക്ഷെ അയാള് ബാക്കി ചെന്നൈയിൽ കളിക്കുന്ന ഹൂഡ, ശങ്കർ, ത്രിപാഠി ഇവർക്കൊക്കെ കളിക്കാൻ പറ്റുമെങ്കിൽ ഇയാൾക്കും കളിക്കാന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. ഒരു ടീമിൽ കളിക്കാനുള്ള അർഹത ഉണ്ട്. പുള്ളി അത്യാവശ്യം ഒരു 2 6 ഒക്കെ അടിക്കും, ബൗണ്ടറി ഒക്കെ അടിക്കും. KKR അതുപോലെ നല്ല 2 ഇന്നിങ്സ് ഒക്കെ അല്ലേ, നല്ല കിടിലൻ ഉണ്ട്, ഉണ്ട്. 18 പന്ത് 50 ഒക്കെ. ബാറ്റിംഗ് ഒറ്റയ്ക്ക് കളിച്ചിട്ടൊരു പ്ലെയർ ബാറ്റിംഗ് ആണ്. ഉണ്ടായിരുന്നു. പക്ഷെ അയാളക്കായി നല്ല ബാറ്റർ ആയാലും ബോളർ ആയാലും ചഹാറാണ് നല്ല ടെക്നിക്കലി നല്ല ബാറ്റർ. പക്ഷെ ചഹാറിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല, ഉപയോഗപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇയാൾ നല്ല അതെ. പ്ലെയർ ആണ്. ഇയാളുടെ മെയിൻ പ്രശ്നം ഇതാണ്, ഇപ്പൊ ഇന്നുണ്ടായ സെയിം സാധനം ഇനിയും ഉണ്ടാവും. അത് റിപ്പീറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. രവി അല്ല, ബിഷ്ണോയി ന്യൂ ബോൾ 4 ഓവറിൽ കുഴപ്പമില്ലാതെ ബോൾ 43 ചെയ്യുന്നു റൺസ്. കഴിഞ്ഞ കളി. രവി ബിഷ്ണോയ്ക്ക് ഫോമിലോട്ട് വരാൻ പറ്റുന്നേ ഇല്ലല്ലോ. ഇപ്പൊ ചഹര്, രവി ബിഷ്ണോയ് ഇങ്ങനത്തെ ഈ സ്പിന്നേഴ്സിനൊന്നും ഫോമിലോട്ട് വരാൻ പറ്റുന്നില്ല. ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ്. അവർക്ക് മിക്കവാറും ഇങ്ങനെയുള്ള സ്പിന്നേഴ്സ് സാമ്പായാലും സാമ്പൊന്നും ഒരു ഇമ്പാക്ട് ഇത് ഉണ്ടാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ലെഗ് സ്പിന്നേഴ്സിന് IPL പണ്ടൊക്കെ ചഹലൊക്കെ ഒരു സമയത്ത് ഓളം ഉണ്ടാക്കിയിരുന്നില്ല, ചഹല് പിന്നെ ഇമ്രാൻ താഹിർ. അപ്പൊ ചഹലും അങ്ങനത്തെ ബാക്ക് ഫുട്ടിലാണ്. ആ ചഹലൊക്കെ തീർന്നു. ചഹലൊക്കെ ഇന്ത്യൻ ടീമിൽ നിന്ന് പോയി. അതാണ് ഇപ്പൊ ആരും ഉണ്ടാക്കുന്നില്ല അങ്ങനത്തെ സ്പിന്നേഴ്സ്. ഇപ്പൊ നൂറ്, കുൽദീപ് ഇങ്ങനെയുള്ള ബോളേഴ്സ് ആണ് കുറച്ചൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. ആരപ്പോ ലെഗ് സ്പിൻ അമിത് മിശ്രൊക്കെ ഈ സമയത്ത് IPL മികച്ച ബോളേഴ്സിൽ ഒരാളായിരുന്നു. അതെ. ആട്രിക്കുകൾ തന്നെ ഉണ്ട് തോന്നുന്നു, 3 ആട്രിക് എന്താണ് അയാളെ പേര്. ആ അപ്പൊ അങ്ങനത്തെ ബോളേഴ്സിന്റെ മിസ്സിംഗ് ഉണ്ട്. കാരണം നമ്മള് IPL സ്റ്റാർട്ടിങ് മുതലേ കണ്ട ഉള്ള ആളുകളായതുകൊണ്ട് ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ല. അത് മിസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു സംഭവം ഉണ്ട്, എന്തൊക്കെ പറഞ്ഞാലും. ഓക്കെ, നാളത്തെ മത്സരം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഗുജറാത്ത് ടൈറ്റൻസും ആണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവരുടെ പ്രിയപ്പെട്ട ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ചിന്നസ്വാമിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇവിടെയാണ് ബാംഗ്ലൂർ ശ്രദ്ധിക്കേണ്ടത്. കാരണം എവേ മാച്ചസിൽ നല്ലപോലെ എതിർ ടീമുകളെ അവരുടെ തട്ടകത്തിൽ തോൽപ്പിക്കുകയും സ്വന്തം ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ അതൊരു സ്വന്തം ടീമിന്റെ ശവപ്പുറമായി മാറുകയും ചെയ്യുന്ന ഒരു പ്രതീതിയാണ് ചിന്നസ്വാമിയിൽ കാണാൻ പറ്റുന്നത്. ഗുജറാത്ത് അറിയാലോ, അഹമ്മദാബാദ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള നിലവിലുള്ള IPL സ്റ്റേഡിയങ്ങളിൽ ബൗണ്ടറി വിടുത്ത് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സ്റ്റേഡിയം ആണ്. അവർ ബേസിക്കലി അവരുടെ ഹോം മാച്ചസ് ഒക്കെ നടക്കുന്ന അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലാണ്. ബൗണ്ടറി ലൈൻ അത്യാവശ്യം ഒരു 75 മീറ്ററോളം നീളമുണ്ട്.
പക്ഷേ ചിന്നസ്വാമിയിലേക്ക് വരുമ്പോഴേക്കും അതൊരു ചിന്ന ഗ്രൗണ്ടാണ്, ഒരു 60-65 ഇതൊക്കെയാണ്. അപ്പോൾ RCBയുടെ ബൗളിംഗ് എങ്ങനെയാണ് ഹേസൽവുഡിനെ അവര് നേരിടുന്നത് എന്നൊക്കെ നോക്കിയിട്ട് ആയിരിക്കും. പക്ഷേ ഐ എം ഗോയിങ് ഫോർ ഗുജറാത്ത് ടൈറ്റൻസ്. ഗുജറാത്ത് ടൈറ്റൻസ് വിജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയാണ് സഞ്ജയുടെയും ഷിയാബിന്റെയും പ്രഡിക്ഷൻസ്? പറയാനായിട്ട് ഗുജറാത്തിന്റെ ആ ഒരു ടോപ്പ് ഓർഡറിലെ ബട്ട്ലറൊക്കെ നമ്പർ 3 ഇറങ്ങുന്ന, ഗില്ലും സുദർശനും ഒരുപാട് ബോൾ കളിച്ചു കഴിഞ്ഞിട്ടാണ് ബട്ട്ലർ വരുന്നത്. ബട്ട്ലറിന്റെ ഒരു ഇംഗ്ലണ്ടിന്റെ ആയാലും ഒരു GTയുടെ ആയാലും ഈ ഒക്കെ ഇറങ്ങുന്നത് പുള്ളി ടീമിനൊരു ബാധ്യതയാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആ ഓപ്പണിംഗ് തന്നെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം പ്രശ്നം പുള്ളിക്ക് അങ്ങോട്ട് മാറും തോന്നുന്നു. ഇതിപ്പം എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അങ്ങനെ ഒരു സ്ഥിതിയിൽ ടീമിൽ ആരും ഫോം ആയില്ലെങ്കിൽ ഉറപ്പായിട്ടും RCB തന്നെ ജയിക്കും. RCBയുടെ ബോളിംഗ് കുഴപ്പമില്ലാതെയാണ് നമ്മളിപ്പോ ഇതുവരെയായിട്ടും കണ്ടത്. ഞാൻ RCBയുടെ കൂടെ പോകുന്നു. ഇങ്ങനെ ഒരു കാരണങ്ങളുണ്ടോ ഉള്ളതുണ്ട്. RCBക്ക് ഞാൻ നെഗറ്റീവായിട്ട് കാണുന്ന ഈ പറഞ്ഞ ദേവുദല് പറഞ്ഞ ചിന്നസ്വാമി എന്നുള്ളൊരു സ്റ്റേഡിയത്തിന്റെ അത് ഇപ്പൊ പറഞ്ഞ എല്ലാ ബാറ്റേഴ്സും ഈ ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചുകൾ നല്ല രീതിയിൽ മുതലെടുക്കുന്ന ഗുജറാത്തിന്റെ ടോപ്പ് ഓർഡർ ബട്ട്ലർ ആയാലും ഗില്ലായാലും സായ് സുദർശൻ ആയാലും നല്ല രീതിയിൽ മുതലെടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ പറഞ്ഞ ബാറ്റിംഗ് ഓർഡർ ഇവർക്കുണ്ട്. സ്റ്റിൽ ഈ ബട്ട്ലറുടെ പ്രശ്നം മാത്രമല്ല, ബട്ട്ലർ ആയാലും ഗില്ലായാലും സായ് സുദർശൻ ആയാലും 3 പേരും അറ്റാക്കിംഗ് സ്റ്റാർട്ട് വെച്ച് കളിക്കുന്ന പ്ലേയേഴ്സ് അല്ലേ. സോ ആരെ ഓപ്പണർ ചെയ്യിപ്പിക്കുന്നുള്ളത് ഗില്ല എന്തായാലും ഒരു ഭാഗത്ത്, ബാക്കി 2 പ്ലെയറിലാരെ അതൊരു കൺഫ്യൂഷനാണ് തോന്നുന്നത് ആ ടീമിൽ മൊത്തത്തിൽ ഉണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു ബട്ട്ലറും കൂടെ സമ്മതിച്ചിട്ടായിരിക്കും ഓക്കെ പറഞ്ഞിട്ടാവും ഇത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. ത്രൂ ഔട്ട് ദ സീസൺ ഇത് തന്നെ ആയിരിക്കും അവരുടെ ലൈനപ്പ്. ബട്ട്ലർ വണ്ടോൺ വരുന്നത്, ഇപ്പൊ സായി സുദർശൻ വണ്ടോൺ വന്നാലും അവർക്ക് ഉപദ്രവമായിട്ട് മാറും. ബട്ട്ലർ വരുന്നേക്കാളും കൂടുതൽ ഉപദ്രവം സായി വണ്ടോൺ വന്നാലായിരിക്കും. കാരണം സായി സെറ്റ് ആവാൻ സമയം എടുക്കുന്നുണ്ട് സായി. പക്ഷെ ഈ പറഞ്ഞ പവർ പ്ലേയിലെ റൺസ് അല്ലെങ്കിൽ ഗില്ല് സ്വയം ഏറ്റെടുത്ത് അറ്റാക്ക് ചെയ്ത് തുടങ്ങാം. മിനിമം 1-2 4 അടിച്ച് റൺസ് വരുത്തണം. ട്രഡീഷൻ ആയിട്ട് ഞാൻ ഫേവർ ചെയ്യുന്നത് വരെ തന്നെ RCBയെ തന്നെ. അവർക്ക് ഒരു ആകെ ഒരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്യുന്നത് RCBയുടെ ഗ്രൗണ്ടാണ്. കാരണം ആ ഗ്രൗണ്ട് ചിലപ്പം ഇവന്മാര് മുതലെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വിൻ ചെയ്യാം. ഗുജറാത്ത് ടൈറ്റൻസ് വിജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ദേ ഹാവ് എ ബെറ്റർ ബാറ്റിംഗ് ദാൻ RCB. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പ്രഡിക്ഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ എന്തും നടക്കാം. നമ്മളിപ്പോ പ്രഡിക്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ വൺ സൈഡ് മാച്ച് ആയിരിക്കും ചിലപ്പോൾ നടക്കാൻ പോകുന്നത്. നമ്മൾ തീരെ പ്രതീക്ഷ ഇപ്പൊ KKR മുംബൈ നടന്നപ്പോ ഇങ്ങനെ ഒരു കുറെ വൺ സൈഡ് മാച്ച് KKRനെതിരെ മുംബൈക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നു 120 താഴെ 6, 7, 8 വട്ടം ഇവന്മാര് ആൾ ഔട്ട് ആയിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ഇപ്പോഴത്തെ ഒരു കറന്റ് ഫോം വെച്ചിട്ട് നമ്മളൊരു വൺ സൈഡ് മാച്ച് പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ഉണ്ടായി. ഗുജറാത്തിന്റെ ബോളിംഗില് റബാഡയും സിറാജും, അതില് വേറൊരു വലിയൊരു ഫാക്ടറാണ് സിറാജ്. അവരുടെ ഹോം ഗ്രൗണ്ട്, പഴയ എക്സ് ഹോം ഗ്രൗണ്ടിൽ കളിക്കുകയാണ്. സിറാജിന് ചിന്നസ്വാമി ആണെങ്കിലും സിറാജിന് ചില നല്ല മത്സരങ്ങൾ ഉണ്ടാവും കേട്ടോ. ഒരു 4 ഓവറിൽ 2 ഓവർ മെയ്ഡനാക്കിയിട്ടുള്ള ഒരു മത്സരമൊക്കെ ഉണ്ട് KKRനെതിരെ. അപ്പൊ അങ്ങനെയുള്ള ഒരു പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ ഗുജറാത്തിന് വിജയിക്കാവുന്നേ ഉള്ളൂ. നേരെ ഓപ്പോസിറ്റ് 4 ഓവറിൽ 60+ റൺസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആര് ജയിക്കുന്നുള്ള കാര്യത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. സിറാജിനെ സംബന്ധിച്ചിട്ട് അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല. ഏത് ഫോമിലോട്ടും പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കോഹ്ലിയുടെ ഫോമും ഒന്നും അല്ല. നമ്മളിപ്പോ പുറത്തായി ഒരു ടീമിൽ നിന്നിട്ട് സിറാജ് എത്രത്തോളം ഇപ്പൊ എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ അന്ന് മുതൽ പറയുന്ന കാര്യമാണ്. സിറാജ് വേഴ്സസ് കോഹ്ലി എങ്ങനെ ആയിരിക്കും, ആരാരെയും ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ അത് നമുക്ക് നാളെ കാണാം. കോഹ്ലിയുടെ ചെന്നൈ മത്സരത്തിലുള്ള ആ ഒരു ഫോം വെച്ചിട്ട് 15 ബോൾ കിട്ടി കഴിഞ്ഞാൽ 16 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ പവർ പ്ലേയില് അതാണ് പ്രതീക്ഷ. 2 ബൗണ്ടറി, ബാക്കി 10-12 ഡോട്ട് ബോൾസും. അവർക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട് ആണ് ചിന്നസ്വാമി. പക്ഷേ 50% മാത്രമേ വിൻ പെർസെന്റേജ് ഉള്ളൂ ഹോം ഗ്രൗണ്ടിൽ. അതൊരു വിഷയമാണ്. RCBക്ക് അല്ലേ? അല്ല, ഫോം വെച്ചിട്ട് പറയാനേ ഉള്ളൂ. ഇപ്പോഴത്തെ ഫോം വെച്ചിട്ട് RCB ആണ് വിജയിക്കേണ്ടത്. പക്ഷെ എന്തും നടക്കാം. IPL നമ്മളിപ്പോ പ്രിഡിക്ട് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കാര്യവും നടക്കുന്നില്ല. ഓക്കെ, സോ ഷിഹാബ് ആൻഡ് സഞ്ജയ് രണ്ടുപേരും പറയുന്നത് RCB വിജയിക്കുന്നതാണ്. ഞാൻ പറയുന്നത് ഗുജറാത്ത് ടൈറ്റൻസ് വിജയിക്കുന്നതാണ്. ലെറ്റ്സ് സീ. അതാണ് ഇന്നത്തെ മാച്ചിനെ കുറിച്ചുള്ള നമ്മുടെ റിവ്യൂ. പഞ്ചാബ് വളരെ കൺവിൻസിംഗ് ആയിട്ട് ഈ മാച്ച് വിജയിച്ചു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.